പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ഭജന ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് ആമീൻ എന്ന് തന്നെ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു. ഗ്രേറ്റ് പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ എന്നുള്ളത് ഊവന്നത്ര. അതുകൊണ്ട് ദൈവമക്കളെ, എത്ര വാഗ്ദത്തങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ആ വാഗ്ദത്തം ദൈവം നമ്മളെ ഉറപ്പിക്കും. ദൈവം വാഗ്ദത്തം തന്ന് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. അപ്പൊ നോക്ക്, നമ്മുടെ ഈ വിശ്വാസത്തെ ഉറപ്പിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ചില ടെസ്റ്റുകളൊക്കെ വരും. നമ്മുടെ ആ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ കുലുങ്ങിപ്പോകരുത്. അബ്രഹാം പിതാവിനെ ദൈവം പരിശോധിച്ചതായി നമ്മൾ ഉൽപ്പത്തി 22 വായിക്കുന്നു. തനിക്ക് വാർദ്ധക്യം ജനിച്ച തൻ്റെ മകനെ മോരിയാദേശത്തെ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കുവാൻ ദൈവം അബ്രഹാം പിതാവിനോട് പറഞ്ഞു. അബ്രഹാം ഒട്ടും മടി കാണിക്കാതെ അധികാലത്തെ എഴുന്നേറ്റു. ബാല്യക്കാരെയും വിളിച്ച് കരുതിക്ക് കോപ്പെട്ട വിറകുമെടുത്ത് ആ 3 ദിവസത്തെ വഴി യാത്ര പോയി. തൻ്റെ ഭാര്യയായ സാറയോട് അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ആമേൻ. തൻ്റെ ഉള്ളം തകർന്നുമില്ല. അവനറിയാം, ദൈവം വാർദ്ധക്യത്തിൽ എനിക്ക് തന്നതാ, എന്റെ കഴിവ് കൊണ്ട് ലഭിച്ചതല്ല. എന്നാൽ ഞാൻ ഇസഹാക്കിനെ യാഗം കഴിച്ചാൽ ആ ചാരത്തിൽ നിന്ന് എനിക്ക് ഇസഹാക്കിനെ ഉളവാക്കി തരാൻ ദൈവത്തിന് കഴിയും എന്ന് അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകല്ലേ. നിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തോട് കൂടെ ചില പരിശോധനകളുണ്ട്. ആ പരിശോധനകളിൽ നമ്മൾ വിജയിക്കണം. ആമേൻ, സ്തോത്രം. അതാ പത്രോസിലേഖ 1 പത്രോസ് 1:7 നമ്മൾ വായിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ദൈവമക്കളെ, ചില പരിശോധനകൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകരുത്. സ്തോത്രം. ദാനിയേലിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരിശോധന വന്നില്ലേ? ദിവസവും പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ കണ്ടപ്പോൾ ദാനിയേല് ആമേൻ, സ്തോത്രം, വീണ്ടും താൻ ദിവസവും ചെയ്തു വന്നത് പോലെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. സിംഹക്കുഴി തനിക്ക് വേണ്ടി ഒരുക്കി. എന്നാൽ ദാനിയേൽ അവിടെ അടിയറവ് പറഞ്ഞില്ല. ദാനിയേൽ തന്റെ ജീവനുള്ള ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു. ആമേൻ, സ്തോത്രം. ആ വിശ്വാസം വലിയതാ. ആ സ്തോത്രം. സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേൽ ചെല്ലുന്നതിന് മുൻപ് സർവശക്തനായ ദൈവം ഇറങ്ങി വന്നു. ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. കന്യക മറിയാമിനോട് ദൈവം വാഗ്ദത്തം പറയുമ്പോൾ, ദൂത് പറയുമ്പോൾ, കന്യക മറിയാമിന് ഒരു സംശയമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? അതിന് വിശ്വാസത്തിൽ ഉറപ്പ് പറഞ്ഞു. നിന്റെ ചാച്ചക്കാരത്തി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്കിപ്പോൾ 6ാമത്തെ മാസമാണ്. ദൈവമക്കളെ, നീ ഭാരപ്പെടണ്ട. നിന്നെ ദൈവം വിശ്വാസത്തിൽ ഉറപ്പിക്കും. ചില പരിശോധനകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ആമേൻ, സ്തോത്രം, ആ പരിശോധനകളെ തരണം ചെയ്യുക. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക.
വാഗ്ദത്തം ചെയ്ത ദൈവം അത് തരുവാൻ ശക്തനാണ്. ദൈവം നിന്നെ അഭിഷേകത്താൽ ഉറപ്പിക്കുകയാണ്. 21-ാമത്തെ വാക്യം നമ്മൾ പറയുന്നു, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും. നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. അപ്പോൾ നിന്നെ അഭിഷേകം ചെയ്യുന്നവൻ ദൈവമാണ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവമക്കളെ, നിന്റെ വാഗ്ദത്തം ചെയ്ത ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെ ഉറപ്പിച്ചിരിക്കുക. ആ അഭിഷേകം നിന്നിൽ ഉള്ളത് കൊണ്ട് അത് നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. ആമേൻ, സ്തോത്രം. വേറെ ആരും നിന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെയിരുന്നു. അവൻ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു. അപ്പോൾ നമ്മെ അഭിഷേകം ചെയ്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ഉറപ്പ് നമുക്കുണ്ടാകണം. അവൻ നമ്മളോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട് മാറിപ്പോകുന്നവനല്ല. ആ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഊവന്ന. ആമേൻ. പൗലോസ് അപ്പോസ്തലനോട് ദൈവം പറഞ്ഞു, നീ റോമിൽ എന്നെ സാക്ഷിച്ചതുപോലെ യെരൂശലേമിലും എന്നെ സാക്ഷിക്കണം. ആമേൻ. ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിശാചിളകി. 40 പേരെ കയ്യിലെടുത്തു. അവര് ശപഥം ചെയ്തു, ഈ പൗലോസിനെ കൊല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യത്തില്ല. അവർ പദ്ധതികളെല്ലാം ഒരുക്കിയപ്പോൾ വാഗ്ദത്തം ചെയ്ത ദൈവം അതിനെ പൊളിച്ചു. ആമേൻ, സ്തോത്രം. അവനെ രക്ഷിച്ചു. അവനെ കുതിരച്ചവരെയും കാലാളുകളെയും കുന്തമേൽ നിന്ന് വലിയൊരു സൈന്യത്തെ അവന് പ്രൊട്ടക്ഷനായി കൊടുത്തു. ദൈവമാണ് നിന്നോട് വാഗ്ദത്തം പറഞ്ഞെങ്കിൽ ആ വാഗ്ദത്തത്തെ തകർക്കുവാൻ ഒരു ദുഷ്ട പിശാചിനും കഴിയത്തില്ല. അവർ എത്ര വലിയ ആമേൻ സ്തോത്രം സൈന്യമായി നിന്റെ നേരെ വന്നാലും നിന്നെ യെരൂശലേമിൽ നിർത്തുമെന്ന് പറഞ്ഞത് കർത്താവാണെങ്കിൽ നിന്നെ നിർത്തും. അതിനെതിരെ നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ഒരു അന്ധകാര ശക്തികൾക്കും നിന്നെ ജയിപ്പാൻ കഴിയത്തില്ല. പൗലോസ് യെരൂശലേമിൽ എത്താതിരിക്കുവാൻ താൻ കയറിയ കപ്പലിൽ ഈശാനമൂലിന്റെ കാറ്റൊക്കെ അടിച്ചു. ആ കപ്പല് തകർന്നെങ്കിലും പൗലോസിനും കൂടെയുള്ളവരെയും ദൈവം മെലിത്തയിൽ എത്തിച്ചു. ദൈവമക്കളെ, അവിടുന്ന് ഒരു അശ്വനി ചിഹ്നമുള്ള കപ്പലിൽ ദൈവം അവിടെ നിന്ന് ആമേൻ സ്തോത്രം പൗലോസിനെ യെരൂശലേമിൽ എത്തിച്ചെങ്കിൽ നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. നീ വഴിയിൽ തകരത്തില്ല. ആരൊക്കെ നിനക്കെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയാലും, ആരൊക്കെ രഹസ്യ ഗൂഢാലോചനകൾ നടത്തി നിന്റെ വാഗ്ദത്തത്തെ നശിപ്പിക്കുവാൻ ഏതൊക്കെ ശത്രുക്കൾ ഗൂഢാലോചന ചെയ്ത് ഒരുങ്ങിയാലും, ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, സർവശക്തനായ ദൈവം ആ പദ്ധതിയെ പൊളിക്കും. നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ അതിനു വേണ്ടി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക. അവൻ പരിശുദ്ധാത്മാവെന്ന അച്ചാരത്താൽ നിന്നെ മുദ്രയിട്ടിരിക്കുക. ആർക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. നിന്റെ വാഗ്ദത്തങ്ങളിൽ നീ എത്തും. നീ അത് കാണും. അന്യനല്ല, നിന്റെ സ്വന്തം കണ്ണാൽ നീ അത് കാണും. ആ വാഗ്ദത്തം നീ കയ്യിലെടുത്ത് ദൈവത്തിന് മഹത്വമർപ്പിക്കും. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഞങ്ങൾക്ക് തന്ന ദൈവവചനത്തിനായി ആലോചനയ്ക്കായി സ്തോത്രം. എന്റെ കേൾവിക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം കൂടെയുള്ളതിനായി സ്തോത്രം. ആ വാഗ്ദത്തങ്ങളിൽ അവരെ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം. അവരെ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ അവർ കാണും. രോഗസൗഖ്യങ്ങൾ നടക്കും. അവരുടെ വാഗ്ദത്തങ്ങൾ വരെത്തും. ദൈവനാമം മഹത്വപ്പെടും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഫോൺ ചെയ്തറിയിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.